2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി എത്തി. സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് 4-ന് സ്കൂൾ കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചത്. വൈദ്യുതി മുടങ്ങിയതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളം പോലുമില്ലാതെ ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെ വാർത്ത പുറത്തുവന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പഞ്ചായത്ത് അടക്കം അടിയന്തര ഇടപെടൽ നടത്തിയതോടെയാണ് പുതിയ കെട്ടിടത്തിന് നമ്പറിട്ട വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയത്. കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം സ്കൂളുകളിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിലേക്കുള്ള താൽക്കാലിക വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. ഇതോടെ കഴിഞ്ഞ 2 മാസമായി സ്കൂളിലെ 120ഓളം വിദ്യാർത്ഥികൾ വൈദ്യുതിയും വെള്ളവുമില്ലാതെ ദുരിതത്തിലായിരുന്നു. ഒപ്പം വൈദ്യുതി ഇല്ലാത്തതിനാൽ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ പ്രവർത്തനവും ലാബുകളുടെ പ്രവർത്തനവും നിലച്ചു. ഓഫീസിന്റെ പ്രവർത്തനവും അവതാളത്തിലായിരുന്നു. വിഷയം മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവുകയും പുതിയ കെട്ടിടത്തിന് നമ്പറിട്ട് നൽകുകയും വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയതും. നമുക്ക് ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ വൈദ്യുതി ബന്ധം നിശ്ചയിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ഈ 2 മാസ കാലയളവ് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു വന്നത്. ക്ലാസ് റൂമുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലാബ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഓഫീസ് വർക്കും നിലച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ചയോടുകൂടി നമുക്ക് സ്ഥിര വൈദ്യുതി ബന്ധം ലഭിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സഹായിച്ച എല്ലാ അധികാരികൾക്കും ഇടപെട്ടവർക്കും ഒത്തിരിയേറെ നന്ദിയുണ്ട്. നാളുകൾ നീണ്ടുനിന്ന പ്രതിസന്ധിക്കൊടുവിൽ വെള്ളവും വെളിച്ചവും എത്തിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും. கடந்த 2 மாசமா எங்க ஸ்கூல்ல கரண்ட் இல்ல. ரொம்ப நாள் போராட்டத்துக்கு அப்புறம் இப்போ எங்க ஸ்கூல்ல கரண்ட் வந்துச்சு. நேற்றுக்கு தான் கரண்ட் வந்துச்சு. இப்போ பிரச்சனை இல்லாம நாங்க எல்லாருமே படிக்க ஆரம்பிச்சிட்டோம். ப்ரொஜெக்டர் யூஸ் பண்ண ஆரம்பிச்சாச்சு. தண்ணி ஃபெசிலிட்டி வந்துருச்சு. இதனால நாங்க இப்போ ஹாப்பியா எங்களோட ஜர்னியை ஸ்டார்ட் பண்றோம். இதுக்கு ஹெல்ப் பண்ண எல்லாருக்குமே நன்றிகளை தெரிவிக்கிறோம். நாங்க 2 மாசமா கரண்ட் இல்லாம, தண்ணி வசதி எதுவும் இல்லாம ரொம்ப கஷ்டப்பட்டோம். அதுவும் கேர்ள்ஸ் வந்துட்டு ரொம்பவே கஷ்டப்பட்டோம். இதுல வந்துட்டு மீடியா சப்போர்ட், அதோட பஞ்சாயத்து, இந்த மாதிரி நிறைய சப்போர்ட்டோட எங்களுக்கு இன்னைக்கு கரண்ட், தண்ணி ஃபெசிலிட்டி எல்லாமே கிடைச்சிருக்கு. സംഭവം വിവാദമായതോടെ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു. ഇതോടെയാണ് നടപടികൾ വേഗത്തിലാക്കി സ്കൂളിൽ വൈദ്യുതി എത്തിച്ചത്. സിറ്റി വിഷൻ, മൂന്നാർ.